നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇലക്ഷന് മുമ്പേ കാലുവാരി നേതാക്കൾ. സ്ഥാനാർത്ഥികൾക്കായി പൂരിപ്പിച്ചു നൽകിയ നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ. പോസ്റ്റർ അടിച്ച് പ്രചാരണം തുടങ്ങിയ UDF സ്ഥാനാർത്ഥിക്ക് പത്രിക നൽകാനായില്ല. പത്തനംതിട്ട കവിയൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ ഇതോടെ UDFന് സ്ഥാനാർത്ഥിയില്ല. BJPയെ സഹായിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ സ്വന്തം സ്ഥാനാർത്ഥിയുടെ കാലുവാരിയെന്നാണ് ഉയരുന്ന ആക്ഷേപം. BJP ഭരിക്കുന്ന പഞ്ചായത്താണ് കവിയൂർ. BJP മണ്ഡലം പ്രസിഡന്റും NSS കരയോഗം പ്രസിഡന്റുമാണ് എതിർ സ്ഥാനാർത്ഥി രാജേഷ് കുമാർ. കൊച്ചിയിൽ പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. യുവമോർച്ച നേതാവ് ഗോപു പരമശിവത്തെ BJPയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സജീവ BJP പ്രവർത്തകനായിരുന്ന ഗോപുവിനെതിരെ BJPയുടെ കോൾ സെന്റർ ജീവനക്കാരിയും നേരത്തെ പരാതി നൽകിയിരുന്നു. ഗോപുവിന്റെ ഇടപാടുകളെ കുറിച്ചായിരുന്നു പരാതി. എന്നാൽ പരാതിയിൽ യാതൊരു തരത്തിലുള്ള നടപടിയും പാർട്ടി എടുത്തില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഗോപുവിനെ പുറത്താക്കിയതായി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചത്. യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഗോപു. എന്നാൽ യുവമോർച്ച ഏതെങ്കിലും സംഘടനാ നടപടി എടുത്തതായി അറിയിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ വൻ തട്ടിപ്പ്. വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായത് 1 കോടിയിലധികം രൂപ. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ വെർച്വൽ തട്ടിപ്പിനിരയായ വൃദ്ധ ദമ്പതികൾക്ക് നഷ്ടമായത് 1 കോടിയിലധികം രൂപ. മല്ലപ്പള്ളി സ്വദേശി ഷേർലി ഡേവിഡ്, ഭർത്താവ് ഡേവിഡ് പി മാത്യു എന്നിവരാണ് തട്ടിപ്പിനിരയായത്. മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ വരികയും വെർച്വൽ അറസ്റ്റാണെന്ന് ദമ്പതികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തായിരുന്നു തട്ടിപ്പ്. പലതവണകളായി വൃദ്ധ ദമ്പതികളിൽ നിന്ന് പണം തട്ടുകയായിരുന്നു. പണം നഷ്ടപ്പെട്ട ദമ്പതികളും കുടുംബവും അബുദാബിയിൽ താമസക്കാരാണ്. കഴിഞ്ഞ 8-ാം തീയതി നാട്ടിൽ വന്നതാണ്. 1,40,50,000 രൂപയാണ് ഇവർക്ക് നഷ്ടമായത്. ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്തെന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. നേരിട്ട് ഹാജരായില്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് ഉണ്ടാവുമെന്നും പണം നൽകിയില്ലെങ്കിൽ വാറണ്ട് അയക്കുമെന്നും തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തി. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിക്കൊടുവിൽ 18-ാം തീയതി മുതൽ പലതവണകളായി വൃദ്ധ ദമ്പതികൾ പണം കൈമാറുകയായിരുന്നു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ജോർജ് കുറ്റം സമ്മതിച്ചതായി പോലീസ്. മൃതദേഹം ഉപേക്ഷിക്കാൻ പോകവെ തളർന്നു വീണു. കൊച്ചി തേവര കോന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഒരു വീട്ടിലേക്കുള്ള വഴിയിലാണ് മൃതദേഹം കണ്ടത്. വീട്ടുടമ ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയതായ വിവരവും പുറത്തു വരുന്നുണ്ട്. വീടിനുള്ളിൽ വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാൻ പോകുന്നതിനിടെ ജോർജ് തളർന്നു വീഴുകയായിരുന്നു. കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളി എന്നാണ് ജോർജിന്റെ മൊഴി. കൊല്ലപ്പെട്ട സ്ത്രീയെ ഇന്നലെ രാത്രി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാണെന്ന് ജോർജ് പോലീസിന് മൊഴി നൽകി. പുതിയ ലേബർ കോഡുകൾ. പ്രതിഷേധം ശക്തമാക്കി സംയുക്ത തൊഴിലാളി സംഘടനകൾ. ഈ മാസം 26-ന് രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഭ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്നും തൊഴിലില്ലായ്മ കാരണം പൊറുതിമുട്ടുന്ന ജനതയെ ഇത് കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സംയുക്ത തൊഴിലാളി യൂണിയനിൽ INTUC, CITU, AITUC അടക്കം 10 സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും പ്രക്ഷോഭത്തിൽ അണിചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്.